തുടർച്ചയായുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യയ്ക്കും കോട്ടയത്തെ റാഗിങ്ങിനും പിന്നാലെ നഴ്സിംഗ് കൗൺസിൽ വീഴ്ച തുറന്ന് സംബന്ധിച്ച കൗൺസിൽ അംഗം ബീന ബി. കഴിഞ്ഞ വർഷം ജൂലൈക്ക് ശേഷം നഴ്സിംഗ് കോളേജുകളിലും സ്കൂളുകളിലും കാര്യമായ പരിശോധനകളൊന്നും നടക്കുന്നില്ല. 3 മാസത്തിനിടെ 4 വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്തിട്ടും ഒരു കേസിൽ മാത്രമേ കൗൺസിൽ പരിശോധന നടത്തിയിട്ടുള്ളൂ എന്ന് ബീന 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ വർഷം നവംബറിൽ കണ്ണൂർ ലോഡ്സിൽ ആൻമരിയ, പത്തനംതിട്ട SMVയിൽ അമ്മു സജീവ്, കോഴിക്കോട് കോളേജ് ഓഫ് നഴ്സിംഗിൽ ലക്ഷ്മി രാധാകൃഷ്ണൻ. കഴിഞ്ഞ 3 മാസത്തിനിടെ ആത്മഹത്യ ചെയ്ത നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇവർ. ഇതിനു പിന്നാലെയാണ് കോട്ടയത്തെ ക്രൂര റാഗിങ്ങും പുറത്തു വന്നത്. നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ എല്ലാ വർഷവും നഴ്സിംഗ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൃത്യമായി പരിശോധനകൾ നടത്താറുണ്ട്. എന്നാൽ ഈ അക്കാദമിക് വർഷം 274 സ്ഥാപനങ്ങളിൽ ആകെ പരിശോധന നടത്തിയത് 50ഓളം സ്ഥാപനങ്ങളിൽ മാത്രം. 2024-25 ഇൻസ്പെക്ഷൻ നടന്നിട്ടില്ല. ഏകദേശം 46 കോളേജുകളുടെ എങ്ങാണ്ട് ഇൻസ്പെക്ഷൻ നടന്നിട്ടുള്ളൂ. അതിനകത്ത് തന്നെ അത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത കോളേജുകളും ഉണ്ട്, എൻഹാൻസ്മെൻ്റ് ഉള്ള കോളേജുകളും ഉണ്ട്. ബോർഡ് മെമ്പർ ഇല്ലാതെ 2 ടീച്ചേഴ്സായിട്ട് ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് പറഞ്ഞു. അത് പല പ്രാവശ്യം രജിസ്ട്രാറോട് പറഞ്ഞതിന് ശേഷം രജിസ്ട്രാർ ഈ ഇൻസ്പെക്ഷൻ നടത്താനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പരിശോധനകൾ നടത്തുമ്പോൾ കുട്ടികളുടെ അഭിപ്രായങ്ങളും പരാതികളും രേഖപ്പെടുത്തി പോന്നിരുന്നു. ഇപ്പോൾ അതും നിലച്ചു. ഇൻ്ററാക്ഷൻ റിപ്പോർട്ടെന്നും പറഞ്ഞൊരു പേജുണ്ട്. ആ പേജിനകത്ത് കുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങളും പ്രസക്തമായ കാര്യങ്ങൾ എഴുതിക്കൊണ്ടുവന്ന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ പ്രിൻസിപ്പാളന്മാരെ വിളിച്ചു വരുത്തി പരിഹരിക്കപ്പെടുന്ന, കുട്ടികൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതായി പറയാനായിട്ട്. 3 കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്ത 4 കോളേജുകളിൽ ഒരു കോളേജിൽ മാത്രമാണ് നഴ്സിംഗ് കൗൺസിൽ നേരിട്ട് പരിശോധന നടത്തിയത്. അതൊക്കെ കൗൺസിൽ കൂടിയപ്പോൾ അന്വേഷണം, ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം, ആരെങ്കിലും പോയി ഇൻസ്പെക്ഷൻ നടത്തണോ എന്ന് പറഞ്ഞിട്ട് അതിലൊരു കോളേജ് എങ്ങാണ്ടേ നടത്തിയിട്ടുള്ളൂ, ബാക്കി 4ഇടത്തും നടത്തിയിട്ടില്ല. നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർക്കെതിരെ അംഗങ്ങൾ നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.